സുഹൃത്തുക്കളെ, നമ്മൾ പലരും തലവേദന വരുമ്പോൾ വേഗം പെയിൻ കില്ലർ എടുത്ത് കഴിക്കാറാണ് പതിവ്. കാരണം ഹോസ്പിറ്റലിലേക്ക് തലവേദന കൊണ്ട് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പറ്റാത്ത സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അഡീഷണൽ ഇൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാര്യമായിട്ട് പോകുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പെയിൻ കില്ലർ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, പെയിൻ കില്ലർ ഭയങ്കര അപകടകാരിയാണ്. ചിലപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ശമനം തരുമെങ്കിൽ അത് ഭയങ്കര അപകടകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ പൊതുവേ നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കലി തലവേദന ഉള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് പോകൂലേ. ഇനിയിപ്പോൾ നമ്മളൊരു ബാമോ വിക്സോ എന്തെങ്കിലും തേക്കുകയാണെങ്കിലൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ അത് ചെയ്ത് വരുമ്പോൾ നമ്മളിവിടെ പിടിക്കാറുണ്ട്. ഇവിടെ പിടിക്കുന്നത് എന്തിനാ? നമുക്കറിയാം ഇവിടെ പിടിക്കുമ്പോൾ നമുക്കൊരു ശമനം കിട്ടാറുണ്ട് എന്നുള്ളത്. എന്നാൽ അവിടെ ഒരു മിറാക്കിൾ മെറീഡിയൻ ഉണ്ട്. അതായത് സ്റ്റൊമക്ക് 8 എന്ന് പറയുന്ന ഒരു മെറീഡിയൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ തലവേദന കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, അവിടെ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ആ ഒരു മെറീഡിയന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ചവയ്ക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു കുഴി ഇങ്ങനെ അനുഭവപ്പെടും നമുക്ക്. അപ്പോൾ അതാണ് നമ്മളുടെ പിന്നെ സ്റ്റൊമക്ക് 8. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ക്ലോക്ക് വൈസും, പിന്നെ ക്ലോക്ക് വൈസ് ഒരു 10 തവണയും അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് 10 തവണയും അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു ബാം, ഇപ്പം ടൈഗർ ബാമൊക്കെയാണ് അധികം ആളുകൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരിച്ചിരി അതെടുത്താൽ മതി. ഇനി അതൊന്നും ഇല്ല, നിങ്ങൾക്ക് ടൈഗർ ബാം കിട്ടാത്തൊരു സമയമാണെങ്കിൽ നിങ്ങളെ കയ്യിൽ കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു മസാജിങ്ങിന് ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. കാരണം ഒന്നുമില്ലാതെ തന്നെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തലവേദനയ്ക്ക് ശമനം കിട്ടും. പിന്നെ ഒരു മെറീഡിയൻ, ഇതൊരു മഹാമെറീഡിയനാണ്. ഇത് പെയിൻ കില്ലറിന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ, ഞാൻ ഇപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുക, ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് LI4 ആണ്. ഓക്കെ, ഈ LI4 എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലർ തന്നെയാണ്. ശരിക്ക് നമ്മൾ പെയിൻ കില്ലർ ഉപയോഗിക്കില്ല. അതിന് പകരം നിങ്ങൾക്ക് ഹിപ്പിന് മുകളിലേക്ക് എവിടെ വേദന ഉണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക്, ചിലപ്പോൾ അല്ല തീർച്ചയായിട്ടും കിട്ടും, പക്ഷെ ചിലർക്ക് കിട്ടില്ല. കാരണം വിശ്വാസം അതല്ല എല്ലാം എന്നുള്ള, എനിക്കിപ്പോൾ ആ ജ്വല്ലറിക്കാരനെ ഓർമ്മ വന്നത്. അപ്പോൾ വിശ്വാസമില്ലാതെ നമ്മൾ ഇനി എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. നമ്മളൊരു മെഡിസിൻ കുടിക്കുമ്പോൾ നമ്മളൊരു എക്കസക്കായിട്ട്, അഥവാ ഇത് കുടിച്ചാൽ മാറുമോ ആ രീതിയിൽ നിങ്ങൾ കുടിച്ച് നോക്കും, നിങ്ങൾക്ക് ആ സുഖം മാറില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻഡക്ഷനാണ് ഏറ്റവും പ്രധാനം അതിൽ. കാരണം നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സ് പറയണം, നീ അത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തതാണ് ബെറ്റർ. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കതൊരു ഗുണമായിട്ട് കിട്ടില്ല. പക്ഷെ മറ്റുള്ളവർ അത് വിശ്വസിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗുണം കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിലും എൻ്റെ വാക്ക് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ എവിടെയും കാണാൻ പറ്റും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് അക്യുപഞ്ചറിസ്റ്റുകൾക്ക് വളരെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പം നമുക്കൊരു പെയിൻ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കുക, നന്നായിട്ട് അമർത്തി പിടിക്കുക. നല്ല പെയിൻ ഉണ്ടാകും അവിടെയും, പക്ഷെ നിങ്ങൾ വിടരുത്. ഇനി നിങ്ങൾക്ക് അത് അവിടെ പിടിക്കുമ്പോൾ നല്ല പെയിൻ ആണെങ്കിൽ ജസ്റ്റ് വിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പം എല്ലാവരും ഇതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മസാജ് ചെയ്യാൻ പറ്റും. മസാജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഓയിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്യുക. കാരണം ഓയിൽ നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങളുടെ മസാജിങ്ങിന് സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഓയിൽ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.